സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ. എല്ലാവരും ഇതിനോടൊക്കെ അറിഞ്ഞു കാണും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയും സീക്രട്ട് വാർസും നൈസ് ആയിട്ട് ഡിലേ ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറിന്റെ തുടക്കത്തിൽ തന്നെ RDJയുടെ ഡോക്ടർ ഡൂം ആയിട്ടുള്ള ആ ഒരു പരകായ പ്രവേശം കണ്ട് വിസിലടിക്കാൻ വേണ്ടി കാത്തിരുന്നവരുടെ അണ്ണാക്കിലോട്ട് ആ വിസിൽ അടിച്ച് കയറ്റിക്കൊണ്ട് മാർവൽ ഡൂംസ്ഡേ 6 മാസത്തോളം ഇപ്പോൾ ഡിലേ ആക്കിയിട്ടുണ്ട്. അതായത് മെയ് 2026 നമ്മൾ കാണാനിരുന്ന പടം ഇനിയിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഡിസംബർ 2026 മാർവലിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഇക്കാര്യം നേരത്തെ അറിഞ്ഞു കാണണം. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഡിലേ ഇപ്പോൾ സംഭവിച്ചതെന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. കാണാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഏതൊരു പ്രൊജക്ട് ഡിലേ ആയാലും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഫാൻസിന് എന്തായാലും ഒരു സങ്കടം ഉണ്ടാവും. പക്ഷേ ഈ ഒരു കേസിൽ സ്ഥിതി വ്യത്യസ്തമാണ്. മാർവലിന്റെ തന്നെ പീക്കായിട്ട് വരാൻ സാധ്യതയുള്ള 2 അവഞ്ചേഴ്സ് പടങ്ങൾ തന്നെ ഡിലേ ആയിട്ടും വലിയ കാര്യമായിട്ട് വിഷമമൊന്നും ഇല്ലാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഡിലേ എന്ന് പറയുന്നത് ഇനിവിറ്റബിൾ ആണ്. ഇപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഡൂംസ്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ലീക്ക് അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ പരിപാടികളും നമ്മൾ അപ്പം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പോഴൊക്കെയും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു പ്രൊജക്ട് മാർവലിലേക്ക് കടന്നു വന്നത് കുറച്ച് പെട്ടെന്നായി പോയോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. സോ ഇങ്ങനെ ഒരു ഡിലേ വരുമോ എന്നുള്ളൊരു കാര്യം ഏറെക്കുറെ എക്സ്പെക്റ്റഡ് തന്നെയായിരുന്നു. എന്നാൽ 7 മാസത്തേക്ക് ഡിലേ ആയുള്ളൂ എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം. ആർക്കറിയാം ഇനി ഇവിടെ നിന്ന് ഡിലേ ആയിട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്നാൽ ഇനിയും കൂടുതൽ വെച്ച് നീട്ടി താമസിപ്പിക്കുന്നത് ഫാൻസിന്റെ ഇടയിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. സോ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് അനൗൺസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാപ്തി എത്തിയതിന് ശേഷം ആ ഒരു ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ബുദ്ധി. ഡിസ്നിക്ക് ഡിസംബർ എന്ന് പറയുന്നത് കൊയ്ത്തുകാലമാണ്. അവന്മാരുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രഹ്മാണ്ഡ പടങ്ങളും ആ ഒരു ഡിസംബർ ടൈമിലാണ് ഇറങ്ങാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഡൂംസ്ഡേ ഇറങ്ങാനും ചാൻസ് ഉണ്ട്. നോക്കാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത് കണ്ടു തന്നെ അറിയാം. സോ അവിടെ നിന്ന് അങ്ങനെ ഇപ്പോൾ ഈ ഒരു ഡിലേ സംഭവിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് എടുത്തു നോക്കുമ്പോൾ അതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന്. അതായത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും ഡൂംസ്ഡേയുടെ ഒക്കെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വർക്ക്സ് ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പാതി എന്തൊരു സ്ക്രിപ്റ്റും വെച്ചുകൊണ്ടാണ് യുവമാർ പടം പടച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് മാർവൽ അപ്പോൾ കടന്നു പോകുന്നതെന്ന് നോക്കിക്കേ. അന്ധകാലത്ത് ഇൻഫിനിറ്റി സാഗയിൽ അവിടുത്തെ പീക്കായിട്ടുള്ള ഇൻഫിനിറ്റി വാർ എൻഡ് ഗെയിം ഒക്കെ എടുക്കുന്ന സമയത്ത് സാധാ സ്ക്രിപ്റ്റിന് പുറമെ ഫേക്ക് സ്ക്രിപ്റ്റ്സും കൂടെ റെഡി ആയിരുന്നു. ഫേക്ക് സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു പടത്തിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സിന് വേണ്ടിയിട്ട് വേറൊരു സ്ക്രിപ്റ്റ് തന്നെ മാർവൽ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ആക്ടേഴ്സിന് പടത്തിന്റെ സ്റ്റോറി ഒന്നും മനസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയാനായിട്ട് വേറൊരു കഥ തന്നെ മാർവൽ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്ന് തന്നെ ആ ഒരു പടത്തിനെ അവർ എത്രമാത്രം സീരിയസ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഒരു ആക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് പോലും ചെറിയൊരു ലീക്ക് പോലും പുറത്തോട്ട് പോകരുതെന്ന് അത്രമാത്രം നിർബന്ധ ബുദ്ധിയോടെയാണ് ആ ഒരു പടം അവർ എടുത്തു വെച്ചത്. അതിന്റെ ഫലം നമുക്ക് കാണാനുണ്ട്, കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഫേക്ക് സ്ക്രിപ്റ്റ് പോയിട്ട് ഒറിജിനൽ സ്ക്രിപ്റ്റ് പോലും പൂർത്തിയാക്കാതെ പടം പടച്ചു വയ്ക്കാനുള്ള ഒരു ധൈര്യം സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. സോ പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ഒരു 1.5 വർഷത്തോളം ഗ്യാപ്പ് മാർവലിന്റെ മുമ്പിലുണ്ട്. സോ സൗകര്യപൂർവ്വം ഇരുന്ന് വർക്ക് ചെയ്തൊരു സ്ക്രിപ്റ്റിൽ പണി തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം റഷ്ഡായിട്ട് എന്ത് ചെയ്താലും അത് ഹാഫ് കുക്ക്ഡ് ആയിട്ട് മാത്രമേ പുറത്തോട്ട് വരത്തുള്ളൂ. സ്ക്രിപ്റ്റിലാണ് ഫസ്റ്റ് തറ, അതാണ്. അത് കൃത്യമായിട്ട് വന്നിട്ടില്ലെങ്കിൽ പടത്തിൽ പിന്നെ എന്തൊക്കെ കെട്ടിപ്പൊക്കി എന്ന് പറഞ്ഞാലും യാതൊരു കാര്യമില്ല. പിന്നെ പറഞ്ഞു കേൾക്കുന്ന മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടേഴ്സ് കോൺട്രാക്ട്, ഐ മീൻ ഫിനാൻഷ്യൽ കോൺട്രാക്ട്. അതിൽ ഓരോ ആക്ടേഴ്സിനും ഇതിൽ അഭിനയിക്കണമെങ്കിൽ ഇത്ര പൈസ കൊടുക്കണമെന്നുള്ള രീതിക്ക് ഒരു സെറ്റപ്പും പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതിൽ ഇപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനെ ശരിവെക്കുന്ന രീതിയിൽ ഈ അടുത്തൊരു കോൺട്രവേഴ്സി നമ്മുടെ ജെറമി റെന്നറിനെയും ഹോക്കയുടെ സീസൺ 2 ചുറ്റിപ്പറ്റിയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലും ജെറമി റെന്നർ ഡിസ്നിയുടെ ഭാഗത്താണ് തെറ്റെന്നുള്ള രീതിക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഹോക്കയുടെ സീസൺ 2 അഭിനയിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് ആദ്യത്തെ സീസണിലേക്കാളും പകുതി പ്രതിഫലം കൊടുക്കുന്നു എന്നുള്ള രീതിക്ക് ന്യൂസും പരിപാടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തുവാടെ ഇത്, ഒന്നും ഇല്ലെങ്കിൽ ഒരു OG അവഞ്ചർ അല്ല, അതിൻ്റെ ഒരു റെസ്പെക്റ്റിലും കൊടുക്കണ്ടേ. ജെറമി റെന്നറിന്റെ കേസിൽ മാത്രമല്ല ഒരുപാട് ആക്ടേഴ്സിന്റെ കാര്യത്തിൽ അവർക്ക് കൊടുക്കേണ്ട പ്രതിഫലത്തിന്റെ കാര്യത്തിൽ മാർവൽ ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് നേരത്തെ ഒരു പ്രൊമോഷൻ മെറ്റീരിയൽ എന്ന രീതിക്ക് ഒരു ചെയർ അനൗൺസ്മെന്റ് പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കസേരകളിൽ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും അതിൽ നമ്മുടെ സാക്ഷാൽ സ്പൈഡർമാൻ അടക്കം ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ പേര് മാർവൽ വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ നമ്മൾ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സസ്പെൻസ് ഫാക്ടറായിട്ട് വെക്കാനായിരിക്കും മാർവൽ വിചാരിച്ചിരിക്കുന്നത് എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ കറന്റ് മാർവലിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം വെച്ച് കൂട്ടി വായിക്കുമ്പോൾ ആ ഒരു ക്യാരക്ടേഴ്സിനെ പ്ലേ ചെയ്യുന്ന ആക്ടേഴ്സുമായിട്ടുള്ള ആ ഒരു ഫിനാൻഷ്യൽ കോൺട്രാക്റ്റിലെ ചെറിയ കൺഫ്യൂഷനുകളും പരിപാടികളൊക്കെ ആയിരിക്കാം ആ സമയത്ത് അവരുടെ പേര് ആ ഒരു കസേരകളിൽ നിന്ന് ഒഴിവാക്കാനുള്ള പ്രധാന കാരണം. അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ജെനുവിനിറ്റി എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ബട്ട് ഇതാണ് കാരണമെങ്കിൽ നല്ലൊരു കാര്യമായിട്ട് എനിക്കും അത് തോന്നി. അതായത് റൂസോ ബ്രദേഴ്സ് ഈ ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്ത് വരുമ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് വലുതായി പോവുകയാണെന്നും അതൊരൊറ്റ പടത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കഥയ്ക്ക് മേലെ സംഭവ വികാസങ്ങളിലുണ്ട് എന്നുള്ളതുകൊണ്ട് അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് ഓർ ഡൂംസ്ഡേ ഏതെങ്കിലും ഒരു പടം 2 ഭാഗമായിട്ട് ഇറക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ റൂമേഴ്സും പരിപാടികളും വരുന്നത്. ലൈക്ക് ഐ സെറ്റ്, ഇതിലെ ജെനുവിനിറ്റിയുടെ കാര്യത്തിൽ ഞാനൊരു ഗ്യാരണ്ടി ഒന്നും തരുന്നില്ല. ബട്ട് ഇങ്ങനെ നടക്കുവാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. അതിൽ തന്നെ സീക്രട്ട് വാർസ് 2 ഭാഗമായിട്ട് ഇറക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സീക്രട്ട് വാർസ് എന്ന് പറയുന്നത് വലിയൊരു ഇവന്റ് ആണ്. ഒരുപാട് കഥകൾ അതിൽ പറയാറുണ്ട്. ബാറ്റിൽ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിയേഷനിൽ ആ ഒരു ബാറ്റിൽ വേൾഡിൽ നടക്കുന്ന കഥകൾ തന്നെയുണ്ട് ഒരു 10 മിനി സീരീസ് ഉണ്ടാക്കാനായിട്ട്. സോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഡൂംസ്ഡേ സീക്രട്ട് വാർസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 പടങ്ങൾ മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ ഡൂംസ്ഡേയിൽ തന്നെ സീക്രട്ട് വാർസിന്റെ കുറേ കാര്യങ്ങളൊക്കെ പറയേണ്ടതായിട്ടുണ്ടാവും. സോ അങ്ങനെ വരുമ്പോൾ ഡൂമിന്റെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് അത്ര കണ്ട് നമുക്ക് അതിൽ കൊടുക്കാനും പറ്റില്ല. എന്നാൽ സീക്രട്ട് വാർസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം 2 ഭാഗങ്ങളായിട്ടാണ് ഇറക്കുന്നതെങ്കിൽ ഇഷ്ടം പോലെ സമയമുണ്ട് അതിലെ കഥകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. ആ ഒരു 2 പടങ്ങൾ തന്നെ നമുക്ക് ധാരാളമാണ്. അങ്ങനെ വരുമ്പോൾ ഡൂംസ്ഡേയിൽ ഡൂമിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനും പറ്റും. അതായത് സീക്രട്ട് വാർസ് എന്ന പേരിൽ ഇറക്കുന്ന ആ 2 പടങ്ങളിലെ മെയിൻ വില്ലനായിട്ടുള്ള ഡൂമിന്റെ ക്യാരക്ടറിന്റെ ആ ഒരു ആർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൂംസ്ഡേനെ
എങ്ങനെ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും പടത്തിന് ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മാർവൽ എത്തുന്നുണ്ടോ, ഇനി എത്തിയാൽ തന്നെ അത് ഏതൊരു രീതിക്കാണ് പുൾ ഔട്ട് ചെയ്ത് മാർവൽ കൊണ്ടുവരാൻ പോകുന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പോകെ ഒരു വ്യക്തത ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ വേറൊരു കാര്യം നോട്ട് ചെയ്ത് കാണണം. അതായത് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡേ എവിടെ പോയി? അതായത് ഡൂംസ്ഡേ തന്നെ ഇപ്പോൾ ഡിലേ ആയല്ലോ. ഡൂംസ്ഡേക്ക് ശേഷം വരാനിരുന്ന സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡേ ഇനി അതിന്റെ സ്ഥാനം എവിടെയാണ്? ഓക്കെ, സ്പൈഡർമാന്റെ കേസിൽ എന്തായാലും വലിയ മാറ്റങ്ങളും പരിപാടികളൊന്നും ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡേ ഡൂംസ്ഡേക്ക് മുമ്പായിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇതും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം സ്പൈഡർമാൻ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് അറിയപ്പെടുന്ന ഒരു സൂപ്പർ ഹീറോ ആണ്. അതിന് മാർവൽ ഫാൻസ് ഒന്നും അല്ലാന്നോ ഒന്നുമില്ല, സ്പൈഡർമാൻ പടമാണോ ആള് കൂടിയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇത്രയും വൈഡ് ആക്സെപ്റ്റൻസ് ഉള്ള ഒരു സൂപ്പർ ഹീറോയുടെ പടം ഡൂംസ്ഡേക്ക് മുമ്പായിട്ട് വരുമ്പോൾ എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും മാർവൽ ഫാൻസിന്റെ ഇടയിലും സൂപ്പർ ഹീറോ കണ്ടന്റിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലായിരിക്കുമല്ലോ ഡൂംസ്ഡേയെ കുറിച്ചുള്ള ടോക്സും പരിപാടികളും കുറച്ചധികം നിൽക്കുന്നത്. ആ ഒരു ടോക്സിനെ ന്യൂട്രൽ ഓഡിയൻസിന്റെയും അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് സ്പൈഡർമാൻ കൊണ്ട് മാർവലിന് സാധിക്കും. എത്രമാത്രം വലിയൊരു ത്രെട്ടാണ് അല്ലെങ്കിൽ എത്ര വലിയൊരു ഇവന്റ് ആണ് ഈ ഒരു ഡൂംസ്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടന്റിന്റെ വലുപ്പം ആൾക്കാരുടെ ഇടയിലിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്പൈഡർമാൻ പടത്തിൽ തന്നെ ആ ഒരു ഹൈപ്പ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് മാർവൽ ആഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓഫ് കോഴ്സ് മാറിമറിഞ്ഞ് അവസാനം ഇപ്പോൾ സ്പൈഡർമാൻ പടം ഇപ്പോൾ ഒരു ഗ്രൗണ്ടഡ് രീതിയിലാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പടത്തിൽ ഡൂംസ്ഡേ ഇവന്റിനെ നമ്മൾ ടീസ് ചെയ്യുന്ന കാര്യത്തിലും കുറച്ച് പരിമിതികളുണ്ട്. സോ ആ ഒരു രീതിക്ക് നിന്നുകൊണ്ട് തന്നെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനിൽ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഡൂമിനും ഡൂംസ്ഡേക്കും ചെറിയ രീതിയിലുള്ള ടീസും പരിപാടികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ന്യൂട്രൽ ഓഡിയൻസിന്റെ ഇടയിലേക്കും ഈ ഒരു ഡൂംസ്ഡേയുടെ കിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാർവലിന് സിമ്പിൾ ആയിട്ട് പറ്റും. സോ അങ്ങനെ എല്ലാം കൊണ്ട് കൂട്ടി വായിക്കുമ്പോൾ ഈ ഒരു ഡിലേ ഇപ്പോൾ സംഭവിച്ചത് മാർവലിന് അനിവാര്യമാണ്, എന്തുകൊണ്ടും അനുകൂലവുമാണ്. സോ കിട്ടിയ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെ പുറത്തോട്ട് വരാനാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അത് ആ ഒരു രീതിക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കുവാണെങ്കിൽ ഹാപ്പി. ആൻഡ് ഇപ്പോൾ ഈ ഒരു ഡിലേ സംഭവിച്ച ഒരു 6 മാസത്തോളം ഗ്യാപ്പ് ഇടയിൽ വന്നുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലോട്ട് ഇനി വേറെ വല്ല മാർവൽ പ്രോജക്റ്റ് വരുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ കറങ്ങി നടപ്പുണ്ട്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു സ്ലോട്ടിലോട്ട് വേറെ മാർവൽ പ്രൊജക്ട്സ് കുത്തിക്കയറാനുള്ള സാധ്യതകൾ നമുക്കിപ്പോൾ തള്ളിക്കളയേ നിവർത്തിയുള്ളൂ. കാര്യം ഡിലേ ആയി അവിടെ ഗ്യാപ്പ് കിട്ടിയെങ്കിലും ആ ഒരു ഗ്യാപ്പിൽ പണികൾ ചെയ്യാനുണ്ട്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡേ അതുപോലെ തന്നെ ഡൂംസ്ഡേ പടത്തിന്റെ പ്രൊഡക്ഷൻ സൈഡിലുള്ള വർക്ക്സ് ഒക്കെ ആ ഒരു ഗ്യാപ്പിന്റെ ഇടയിൽ കൃത്യമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഇടയിലോട്ട് വേറെ പ്രൊഡക്ഷൻ വർക്ക്സ് ഒന്നും വരാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നാൽ മറ്റ് മാർവൽ കണ്ടന്റ്സ് സീരീസ് സ്പെഷ്യൽ പ്രസന്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഓൾറെഡി പ്ലാനിങ്ങിലുണ്ട്. അതെല്ലാം അതിൻ്റെതായ സമയത്ത് തന്നെ വന്നോളും. ഡെയർ ഡെവിളിന്റെ സീസൺ 2 പണിഷിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രസന്റേഷൻ വരുന്നുണ്ട്. നമ്മുടെ വണ്ടർമാനെ ബേസ് ചെയ്തൊരു സീരീസ് വരുന്നുണ്ട്. ഇപ്പോൾ അയൺ ഹേർട്ട് സീരീസ് വരുന്നുണ്ട്. ആ പരിപാടികളൊക്കെ അതിന്റെ മുറയ്ക്ക് തന്നെ നടന്നോളും. സിനിമകളുടെ കേസിൽ ഈ ഒരു ഗ്യാപ്പിലോട്ട് വേറെ പടങ്ങൾ കയറി വരാനുള്ള സാധ്യതകൾ ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ സംഭവം ഏതൊരു പടം ഡിലേ ആയാലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഷമം ഉണ്ട് എന്നുള്ളത് സത്യം തന്നെ മറച്ചു വെക്കുന്നില്ല. എന്നാൽ അതൊക്കെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാം. കാരണം എത്രമാത്രം പെട്ടെന്ന് വന്നു എന്നുള്ളതല്ലല്ലോ, എന്ത് വന്നു എങ്ങനെ വന്നു എന്നുള്ളതാണല്ലോ പ്രധാനം. അതുകൊണ്ട് തന്നെ ഇല്ലോണം താമസിച്ചാലും വരുന്നത് ക്വാളിറ്റി ആയിട്ടും തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു ഡിലേ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളൊരു കാര്യങ്ങളും സീക്രട്ട് വാർഡ്സ് 2 ഭാഗമായിട്ട് ഇറക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ഓക്കെ ആണോ എന്നുള്ളൊരു കാര്യങ്ങളും മൊത്തത്തിൽ ഡൂംസ്ഡേയുടെ ഒരു ഹൈപ്പ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒക്കെ ഒന്ന് പറഞ്ഞു ഞാൻ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തെങ്കിലും വീണ്ടും കാണാം.